ഞാൻ ഭയങ്കര വിഷമത്തോടെ വീഡിയോ ചെയ്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. അയാളെന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. എനിക്കെന്നെ സംശയമാണ്. പക്ഷെ അയാൾക്ക് വേറെ ആരോട് ബന്ധമുണ്ട്. പക്ഷെ എന്നോട് ദേഷ്യം തീർക്കുക. അയാളെന്നെ എപ്പോഴും ഉപദ്രവിക്കും. അതിൻ്റെ വീഡിയോ കൊടുക്കാം. എനിക്കെൻ്റെ വീട്ടുകാരെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നെ നിങ്ങളെന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം പ്ലീസ്. ഇവിടെ മാക്സിമം ഷെയർ ചെയ്യണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു അയാൾ മാത്രമായിരിക്കും ഉത്തരവാദി. ഇവിടെ മാക്സിമം ഷെയർ ചെയ്യണം. ഓ എന്തൊക്കെയോ വാരി കണ്ണി തേച്ചിട്ടേ നേരിട്ട് പാടില്ല. എടി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നീ പറഞ്ഞിട്ടാട്ടെ ഞാൻ നിന്നെ അടിച്ചത്. നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തോ ഓവറേട്ടാ, കുറേ നാളായിട്ട് എൻ്റെ ഒരു വീഡിയോ പോലും കയറുന്നില്ല. നല്ല വ്യൂസ് കുറവാ. ഈ ഒരൊറ്റ എണ്ണം ഇട്ടാൽ മതി, നല്ല റീച്ച് കിട്ടും. എന്നാൽ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ? അതൊക്കെ മോശമല്ലേ? നമുക്ക് എന്ത് മോശം? നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ ഇതൊരു തമാശയ്ക്ക് പോലും തല്ലിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് വൈറലാവാൻ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ. ചേട്ടനൊന്നും മിണ്ടാ തന്നെ. ഞാൻ പോയിട്ട് ഇപ്പം തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിടട്ടെ. അമ്മയുടെ പരിപാടി വൈറലായി. രാവിലെ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, 5 ലക്ഷം വരെ കണ്ടത്. ഞാനതിലെ കമൻ്റൊക്കെ വായിച്ചായിരുന്നു മോളെ. പക്ഷെ എല്ലാവരും അവനെ മോളെ കുറ്റപ്പെടുത്തുന്ന. വിവേക് അങ്ങനെയൊന്നും അല്ലല്ലോ, അവനൊരു പാവമല്ലേ. അവൻ എത്ര നന്നായിട്ടാണ് മോളെ കൊണ്ടു നടക്കണേ. അവനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെയൊക്കെ മോശം പറയുമ്പോൾ കുറേ പേരൊക്കെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെന്താ? വല്ലോടെയും കിടന്ന് പറയണ കേട്ടോണ്ടിരുന്നാൽ നമ്മളിവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒറ്റ വീഡിയോ കൊണ്ട് ഞാൻ എന്തോ ഒരു റീച്ച് ഉണ്ടാക്കിയെന്ന് അമ്മയ്ക്ക് അറിയോ? ഇപ്പം തന്നെ 3-4 പ്രൊമോഷൻ വന്നു. 2-3 ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എന്തോരം പൈസ ഉണ്ടാക്കാമെന്നറിയോ? കുറച്ചും കൂടിയൊക്കെ വൈറലായി പോവുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഞാനുണ്ടാവും. ഇവരൊക്കെ പറയണത് കേട്ടോണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അമ്മേ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാനും കുറച്ച് പൈസ ഉണ്ടാക്കാനും ഇതിലും നല്ല മാർഗ്ഗമൊന്നുമില്ല. ആൾക്കാരെ എന്തെങ്കിലും കമൻറ്റ് എടുത്തേ. അമ്മയൊന്നും കാര്യമാക്കണ്ട. ഞാൻ പോയി കമൻസിനൊക്കെ റിപ്ലൈ എടുക്കട്ടെ കേട്ടോ. ആകെ നാണക്കേടായി. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ ഏട്ടാ, എന്ത് പറ്റി? പുറത്തോട്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. ആൾക്കാർ ചോദിക്കുന്നത് നോക്കുന്നതൊക്കെ ഒരുമാതിരി രീതിയിലാണ്. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. ഒരു ചേച്ചി എന്നോട് ഒന്ന് ചോദിക്കുമോ, നീ എന്താ ഭാര്യയെ തല്ലുന്നോടാ എന്നൊക്കെ. ഇവരൊക്കെ എൻ്റെ നാട്ടുകാരാണ്. ഞാൻ എങ്ങനെ അവരെ മുഖത്ത് നോക്കി? നീ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മറക്കും ചേട്ടാ. പിന്നെ നെഗറ്റീവ് ആയാലും എന്താ, 4 ആൾ അറിയാൻ തുടങ്ങിയില്ലേ? ചേട്ടന് വൈറലായില്ലേ? ഇങ്ങനൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. വൈറലാവാൻ വേണ്ടി നീ എന്നെ കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ മോശമല്ലേ? ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഒന്നും തലയുയർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. മടുത്ത്. ഈ ചേട്ടന് സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത്രയും നിസ്സാര കാര്യത്തിന് കാര്യങ്ങനെ ദേഷ്യപ്പെടുക? കഷ്ടം. അമൃതേ, നീ വലിയ സന്തോഷത്തിലാണല്ലോ. എടി, നീ എൻ്റെ വീഡിയോ കണ്ടില്ലേ? 3 മില്യണായി. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കുവോ? ഞാൻ കണ്ടു. നീ കാണിച്ചു കുറച്ച് കൂടിപ്പോയി. നിന്റെ ഭർത്താവിനെ എല്ലാവരും കുറ്റം പറയുന്നേ. എന്തിനാണ് ചെയ്യാത്ത തെറ്റിന് ആ പാവത്തിന് ഇങ്ങനെയൊക്കെ? ഒന്ന് പോയടി, വല്ലോടെയും കിടന്ന് പറയട്ടെ. കാര്യം പുള്ളി കയറിയ വിഷമമൊക്കെ ഉണ്ട്. ഞാൻ അത്ര ശ്രദ്ധിക്കാതെ പോയില്ല. നിനക്ക് പിന്നെ റീച്ച് മാത്രമാണല്ലോ വലുത്. ഒത്തിരി നാണക്കേടാവുമ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടബുദ്ധി തോന്നിയാൽ തീർന്നു. എൻ്റെ കാര്യം തന്നെ നോക്ക്. ചേട്ടനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. ഇപ്പോഴോ? അല്ലടി, ഞാൻ നിന്നോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് നീ എങ്ങനെ ഇത്ര നന്നായിട്ട് ജീവിക്കണേ? നിനക്കാണെങ്കിൽ ജോലിയും ഇല്ല, നിൻ്റെ കുട്ടികൾ 4 ആണ് സ്കൂളിലും പഠിക്കുന്നത്. ചേട്ടൻ എൻ്റെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടി മുൻകൂട്ടി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നു. അതിൻ്റെ ഒരു 2 കോടി രൂപ കിട്ടിയിരുന്നു. പക്ഷേ ഈ ഇൻഷുറൻസ് ഒക്കെ നല്ല പൈസ അടയ്ക്കട്ടെ? ഇല്ലടി, മാസം 400-500 പോലുള്ള ചെറിയ എമൗണ്ടേ അടച്ചിരുന്നുള്ളൂ. എങ്ങനെയാണ് നിൻ്റെ ഭർത്താവ് ഇത് എടുത്തത്? ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം ആണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അത് കൊള്ളാലോ. പിന്നെ പ്രവാസികൾക്ക് പുറത്തു നിന്ന് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വിലക്കുറവിൽ ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് എടുക്കാം. എൻ്റെ ബന്ധത്തിലൊരു കുട്ടി കല്യാണം കഴിഞ്ഞ് 5 വർഷമായപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഇപ്പം അവളുടെ കൊച്ചിനെ പഠിപ്പിക്കാനും ചിലവ് നോക്കാനൊക്കെ കഷ്ടപ്പെടുക. നിൻ്റെ ഭർത്താവ് എന്തായാലും ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം സേഫ് ആയില്ലേ? എടി, ഞാനെന്നാ പോട്ടെ.
കൊച്ചുങ്ങളുടെ സ്കൂളിലൊന്ന് പോകണം. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓടണ്ടേ. ഇല്ലാതാവുമ്പോഴാണ് ഓൺലൈനിൻ്റെ വില മനസ്സിലാവണേ. ശരിയെന്നാ. ഏട്ടാ, ആ വീഡിയോ നല്ലോണം വൈറലായി. 1 മില്യണായി. നല്ലോണം പൈസ ഉറപ്പിക്കാറ്. ചേട്ടാ, ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്താലോ എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മുറ്റത്ത് ക്യാമറ കൊണ്ട് വയ്ക്കാം, എന്നിട്ടത് കാണാത്ത രീതിയിൽ വേണം വെക്കാൻ. എന്നിട്ട് ചേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന രീതിയിൽ പൊളിക്കില്ലേ? നല്ല റീച്ചാവും. ഇതിൽ റീച്ച് കിട്ടും. നിർത്തിക്കുന്ന എൻ്റെ വീഡിയോ ചാനലും ഒക്കെ. എൻ്റെ ഓഫീസിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാമെന്നറിയോ? മതിയാക്കിക്കോ ഇതൊക്കെ. പിന്നെ ഇത്രയും റീച്ച് കിട്ടിയ സമയത്താണ് ഞാനിവിടെ ചാനൽ നിർത്തണേ. എൻ്റെ പട്ടി നിർത്തും. ഒന്ന് പോയേട്ടാണ്. നിനക്ക് പറ്റില്ലല്ലേ? എന്നാൽ ഞാൻ കാണിച്ചു തരാം. സ്വന്തം താല്പര്യത്തിനും സോഷ്യൽ മീഡിയ റീച്ചിനും കുറേ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതമോ അവസ്ഥയോ അവരുടെ ബുദ്ധിമുട്ടോ നോക്കാതെ ജീവിക്കുന്ന നിന്നെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ലടി. ഇപ്പം നിനക്ക് സമാധാനം എടി, നാശം പിടിച്ചവളെ. ഉള്ള ജീവിതവും തൊലച്ചിട്ട് അവൾ വന്ന് നിൽക്കുന്നു. കുറേ വീഡിയോ ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി ആ പാവം പിടിച്ച ചെറുക്കനെ നീ കരുവാക്കി. എന്നിട്ടിപ്പോൾ എന്തായി? നീ കുറേ ഉണ്ടാക്കിയല്ലോ, നിന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞല്ലോ. അവൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഇപ്പോൾ ഡിവോഴ്സുമായി വീട്ടിലും വന്ന് തൊലഞ്ഞ് നാശം പിടിച്ചവളിരിക്കുന്നു. എന്നിട്ടിപ്പോൾ അവൾ മോങ്ങി വിഷമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? നീ ചെയ്തതിനെ അടി നീ അനുഭവിക്കണത്. അവൾ കാണിച്ചു കൂട്ടിയത് ചില്ലറ ഇതൊന്നുമല്ല. ആ ചെറുക്കനെ എന്തോരം നീ നാണം കെടുത്തി. അപ്പം നീ ആലോചിച്ചില്ലായിരുന്നോ ജീവിതം മുന്നോട്ട് പോകണ്ട് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു ചിന്തിച്ചില്ലേ? അപ്പം നിനക്ക് പൈസ ഉണ്ടാക്കണം. എവിടെയും നിന്റെ കമൻറ്റിൽ നിന്റെ കൂടെ ആ ചേച്ചി നിന്റെ കൂടെയാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്തിയേ? എവിടെ? നീ ഞങ്ങളെക്കുറിച്ചൊരു വാക്ക് ആലോചിച്ചോ? എടി, എന്തോരം കഷ്ടപ്പെട്ട ഇവിടെ ഓരോ ദിവസം മുന്നോട്ട് തള്ളി നിൽക്കണം. നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്റെ പാവം പിടിച്ച തന്ത കൂലിപ്പണി എടുത്തിട്ടാണ് ഈ വീട് മുന്നോട്ട് പോണത്. നീ കുറേ പൈസ ഉണ്ടാക്കിയല്ലോ. 1 രൂപ ഞങ്ങൾക്ക് തന്നോ? പോട്ടെ, അതൊക്കെ വീട്. എടി, നിന്റെ തന്തയും ഞാനും കൂടി എന്തോരം കഷ്ടപ്പെട്ടാൽ നിനക്ക് നല്ലൊരു ജീവിതം ആവട്ടെ എന്ന് വിചാരിച്ചൊരു നല്ലൊരു കല്യാണ ബന്ധം ഇല്ലാത്ത കാശ് മൊത്തം മുടക്കി കടവും മേടിച്ച് നിനക്ക് ഉണ്ടാക്കി തന്ന് കെട്ടിച്ചു വിട്ടു. നീ ആ ജീവിതം നശിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഇനി നിന്നെ ഞങ്ങൾ നോക്കട്ടെ. വേനോട്ടവള് ഇനി ഈ വീട്ടിൽ വീഡിയോ ഒന്നോ തേങ്ങാന്നും പറഞ്ഞുകൊണ്ട് നടന്ന വേറെ വല്ല പണിക്ക് ഇറങ്ങിപ്പോക്കോ. സൂചിച്ചിവിടെ ഇരിക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നാശം പിടിച്ചവള്. കുടുംബത്തിലെ സമ്പാദിക്കുന്ന വ്യക്തിക്ക് മരണമൊക്കെ സംഭവിച്ചാൽ കുടുംബത്തിലെ ചെലവുകൾ, കുട്ടികളുടെ പഠിത്തം അതൊക്കെ മുൻപത്തെ പോലെ നടത്തിക്കൊണ്ട് പോകാൻ ഫാമിലിക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ നമ്മളില്ലെങ്കിലും കുടുംബ സുരക്ഷിതമായിരിക്കാൻ ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വയ്ക്കണം. ഇപ്പോൾ 15% വരെ ഡിസ്കൗണ്ടോടുകൂടി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി.